ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഓട്സ് ബനാന സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് ബനാന സ്മൂത്തിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ബനാന സ്മൂത്തി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ സ്മൂത്തി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണ് ഓട്സ് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയൊരു നേന്ത്രപ്പഴമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങളടുത്ത് വലിയ നേന്ത്രപ്പഴമല്ല, ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ ഒരു 1.5 നേന്ത്രപ്പഴമൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ വലിയൊരു നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 1 എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒരു 5-8 ഈത്തപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഉള്ളതാണ്. അതും കൂടെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് അതിനാണ് നമ്മൾ നമ്മുടെ സ്മൂത്തി റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ബദാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ബദാം ഇല്ലാത്തൊരു അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ബദാമിന് പകരം അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് വേണമെങ്കിൽ, ഒന്നുകൂടെ കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാല് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വലിയൊരു ഗ്ലാസ്സിലുള്ള പാലിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് സ്മൂത്തിയാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് നമ്മുടെ സ്മൂത്തി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ സ്മൂത്തിയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. മധുരം ആ ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടെ ഈത്തപ്പഴം കൂടുതൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തേന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈത്തപ്പഴം മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. മധുരം വേറെ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ, നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ കഴിച്ചിട്ട് നല്ല വിശപ്പടക്കാം. അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ മധുരത്തിന് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.